ഡൽഹിത്തെ ആദ്യത്തെ പ്ലാൻ തന്നെ യമുനാഘട്ടിലെ സൺറൈസ് കാണലായിരുന്നു. പക്ഷേങ്കിൽ രാത്രി നേരം വൈകി ഉറങ്ങിയോണ്ട് രാവിലെ എണീറ്റപ്പത്തിനൊക്കെ സണ്ണൊക്കെ എപ്പോഴോ റൈസ് ആയിക്കിനി. നേരം വൈകിയാൽ എന്താ ഇടക്ക് വെച്ച് കിട്ടിയ പ്രാവിൻകൂട്ടം വല്ലാത്തൊരു വൈബ് തന്നെ ആയിരുന്നു. അവസാനം യമുനാഘട്ട് എത്തി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് യമുനാഘട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? രണ്ടാൾക്കാരോട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഗൈസ് ഹമാരാ പ്യാരാ നിതിൻ ഭായി നമ്മളെന്നത്തെ ഡ്രൈവർ നിതിൻ ഭായി ആയിരുന്നു. ഓനക്ക് കോലുട്ടായി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വണ്ടി എടുത്ത് ഓടിക്കാൻ തുടങ്ങി. നിതിൻ ഭായി ഏതോ ഒരു കാട്ട് കൊണ്ടുപോയി ഇറക്കിയിരിക്കുകയാണ്. യമുനാഘട്ടിന്റെ തീരത്തു നിന്നൊക്കെയാണ് നിതിൻ ഭായി പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? കോട്ടയം പറയടാ, രണ്ടു വാക്ക് പറയടാ. എന്താ പറയാനുള്ളത് ഈ ഒരു അസുലഭ നിമിഷത്തിൽ? എന്താ പറയാനുള്ളത്? ചെക്കൻ ആദ്യമായിട്ട് ഒരാൾ ഫോളോ ചെയ്യാൻ പറഞ്ഞു. നിതിൻ ഭായ് നിതിൻ ഭായ് പറയടാ. നിതിൻ ഭായ് വലിയ ബോട്ട് മുതലാളിയൊക്കെ ആണെങ്കിലും വീഡിയോയിൽ വരാൻ പറഞ്ഞപ്പോൾ ചെക്കന് കുറവാകും. बोल बेटा कुछ तो बोल बोल कम से कम गांडू है ऐसे तो बोल इतना तो बोल സബ്സ്ക്രൈബ് ബെൽ. ഇനിയധികം പറഞ്ഞ ബോട്ടിൽ അക്കരമേൽ എത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓനെ വിട്ടിട്ട് നമ്മൾ നേരെ അക്കരമ പോയി. അങ്ങനെ അക്കരെ എത്തിയപ്പോൾ അവിടെ ഒരു ഗോശാല ഉണ്ടായിരുന്നു. എന്തായാലും വന്നതല്ല, ഗോശാല പോയിട്ട് കുറച്ച് പാൽ കുടിക്കാന്ന് വിചാരിച്ചു പോയി. നേരം വെക്കൊണ്ട് എന്തായാലും പാല് തരില്ല എന്ന് ഓല് പറഞ്ഞു. അങ്ങനെ പാല് കിട്ടാത്ത വിഷമത്തിൽ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു പോന്ന്. അപ്പൊ ഒറ്റ മൈൻഡിൽ നിന്ന് പോകാൻ പോണേ. എടാ ഒറ്റ മൈൻഡിൽ എവിടെ പോണേ പറയ്. നമ്മളിങ്ങനെയാണ് ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്ഥലത്തിന്റെ പേര് പോലും ഓർമ്മ ഉണ്ടാവില്ല, ഒറ്റ പോക്കായിരിക്കും. പക്ഷെങ്കിൽ ഈ ഒരു ഒറ്റ മൈൻഡിന്റെ ഐസ് എന്ന് പറയുന്നത് കേരള ഹോട്ടൽ കാണുന്നവരെ മാത്രമായിരുന്നു. ഫുഡ് കണ്ടാൽ പിന്നെ ഒറ്റ മൈൻഡിൽ ഒരു തേങ്ങയില്ല, ഫുഡ് മാത്രം. ഫുഡ് കഴിച്ചപ്പോൾ ആദ്യം പറഞ്ഞ സ്ഥലം വരെ നമ്മൾ മറന്നുപോയി. പിന്നെ ആദ്യം കണ്ട സ്ഥലത്തേക്ക് ഓടിച്ചാടി കയറിയായിരുന്നു. ഗൈസ് നമ്മളിപ്പോൾ എവിടെയാണ് പറയൂ ഗൈസ്? ആദ്യത്തെ അരമണിക്കൂർ എന്തിനാണ് ഇങ്ങനത്തെ കുറെ ബിൽഡിംഗ് എന്ന് ആലോചിച്ച് കുത്തിരിക്കുകയായിരുന്നു. അവസാനം ഗൂഗിളൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ച് നമ്മുടെ ഒരു ഫോട്ടോ പോലും എടുത്ത് തരാത്ത അഭിനന്ദ കുട്ടി രണ്ട് കുട്ടികളെ കണ്ടപ്പോഴത്തേക്ക് അവിടെ ഫോട്ടോ എടുത്ത് മരിക്കുകയായിരുന്നു. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ പോയത് വേറൊരു ടോംബൊക്കെയായിരുന്നു. ടോമിന്റെ പേര് പറയാത്ത വേറെ ഒന്നുണ്ടല്ലേ, പേര് നമ്മളെ തൊള്ളയിൽ വരൂല. പേര് പറയാൻ അറിയില്ലെങ്കിലും മെയിനാവലിന് ഒരു കുറവില്ലായിരുന്നു. അവിടെ നിന്നും കടന്നു ഇരുന്നും ഒക്കെ ഫോട്ടോ എടുപ്പായിരുന്നു. സംഭവം ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ താജ്മഹലിന്റെ ചെറിയൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ പോയത് ഓസ്കാസ് വില്ലേജിലേക്കും ഓസ്കാസ് ടോംബിലേക്കും വരുന്നു. വില്ലേജ് കണ്ടിട്ടുള്ളവർക്ക് അറിയാലുണ്ടാവും, മൊത്തത്തിലൊരു റിച്ചുമയും ഒരു കഫേമയും വരുന്നു. നമ്മളെ കുറെ ആൾക്കാർ കയറാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചെങ്കിലും നമ്മളതൊന്നും കാണാണ്ട് നേരെ പോയത് ടോംബ് കാണാനും ലേക്ക് കാണാനും വരുന്നു. അങ്ങനെ അതും കൂടി ആയപ്പോൾ ഇന്നത്തെ ഏകദേശം ലൊക്കേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിക്കിനി. അപ്പോഴത്തേക്കും അഭിനന്ദകുട്ടം പോയിട്ട് ഷഹീൻ ബാഗിൽ നിന്ന് മീറ്റർ റോൾ വാങ്ങിച്ചുകൊണ്ടുവന്ന്. ഷഹീൻ ബാഗിലെ മീറ്റർ റോളിന്റെ മക്കളെ ഒരു രക്ഷയില്ല. അങ്ങനെ അതോടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഷിംലയിലേക്ക് പോകാനുണ്ടായിരുന്നു. ബാക്കി നമുക്ക് ഷിംല വിശേഷങ്ങൾ കാണാം. സി യു.